ഒരിക്കൽ ജീവിതത്തിന്റെ നാൽക്കവലകളിൽ എവിടെയോ അനാഥരാക്കപ്പെട്ടവരാണ് ഇവരെല്ലാം. എവിടെ നിന്നും പുച്ഛവും നിന്ദയും ആവോളം ലഭിച്ചവർ. എന്നാൽ ഇന്ന് അവരിൽ പ്രകടമായ മാറ്റമുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവന്റെയും ഏകാകിയുടെയും നിലവിളിയല്ല അവരിൽ നിന്നുയരുന്നത്. ഭക്ഷണമേശകളെക്കുറിച്ച് കേട്ടുകേഴ്വി പോലുമില്ലാത്തവർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആനന്ദത്തോടെ ഭക്ഷിക്കുന്നു. മാനസിക രോഗിയെന്ന് മന്ത്രിച്ച് സമൂഹം ബഹിഷ്കരിച്ച സ്ത്രീകളും നഷ്ടബാല്യങ്ങളുമെല്ലാം ഇവിടെ സുരക്ഷയുടെ കൂടാരങ്ങളിലാണ്. ഈ മുഖങ്ങളിലും ആനന്ദം നുരപൊട്ടുന്ന കരങ്ങളിലും അവർ പ്രതീക്ഷയുടെ പൊന്നൂലുകൾ നെയ്തു തുടങ്ങിയിരിക്കുന്നു. അനാഥരും നിരാലംബരുമെന്ന് കരുതിയിരുന്ന ഈ ആകാശപ്പറവകൾ തങ്ങളുടെ ജീവിതത്തിനിപ്പോൾ നിറമുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. പ്രത്യാശയുടെ മലർവാടിയിൽ പുതുതായി വിടർന്ന മലരുകളാണ് ഇവർ. വെറുപ്പും മർദ്ദനവും മാത്രം ലഭിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും സ്നേഹതീരത്തെത്തിയ അനുഭവം. കണ്ണീരിന്റെ നനവും ആത്മനൊമ്പരത്തിന്റെ പീഡകളും ഏറ്റുവാങ്ങിയ കുരുന്നു ബാല്യങ്ങളുടെ മുഖഭാവങ്ങളിലും സന്തോഷം വിടരുന്നു. നിരാലംബരുടെയും ഏകാകികളുടെയും ജീവിതത്തിന് ഈ നിറം പകർന്നത് കപ്പൂച്ചിൻ വൈദികനായ ഫാദർ ഫ്രാൻസിസ് ഡൊമിനിക്കാണ്. കട്ടപ്പന, മൂലമറ്റം, നരിയമ്പാറ, കുമളി, തോപ്രാംകുടി, നെടുങ്കണ്ടം, തേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ അച്ഛൻ ആരംഭിച്ച സ്നേഹാശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ പരിത്യക്തരായ സ്ത്രീകളും അഗതികളും വികലാംഗരും ശിശുക്കളുമെല്ലാം തങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഉദാരമതികളുടെ സ്നേഹകരങ്ങളായിരുന്നു ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവയ്ക്കുള്ള സാമ്പത്തികം. മനുഷ്യസേവനം ദൈവിക ശുശ്രൂഷയായി കണ്ടെത്തിയ ഒരു കൂട്ടം മനുഷ്യസ്നേഹികളായിരുന്നു സന്നദ്ധ ശുശ്രൂഷകർ. സന്മനസ്സുള്ള 100 കരങ്ങൾ അച്ഛന് പിൻബലമായി മാറി. സ്നേഹാശ്രമങ്ങൾ പലയിടങ്ങളിലായി ഉയർന്നു പൊന്തുന്നതിന് വഴിതെളിച്ചതും ഇവയെല്ലാം. ഏഴ് ഭവനങ്ങളിലായി 600-ലേറെ ആകാശപ്പറവകൾക്ക് പാർപ്പിടവും സാന്ത്വനവും പകർന്നു നൽകിയ ഫാദർ ഫ്രാൻസിസ് സ്നേഹാശ്രമങ്ങളുടെ പിറവിയെക്കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അസീസി സ്നേഹാശ്രമം കട്ടപ്പന ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ 1996 ഫെബ്രുവരി 6 ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയുണ്ടായി. പ്രത്യേകമായും ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു ഇത്. ഇന്ന് ഈ അസീസി സ്നേഹാശ്രമം എന്ന ലേബലിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ 6 സ്ഥലങ്ങൾ നിലവിൽ വന്നു. 96 ആ കാലഘട്ടത്തിൽ ഞാനിവിടെ വന്ന് എൻ്റെ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന അവസരത്തിൽ ഒത്തിരി ആത്മായ സഹോദരങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥനയിലും മറ്റ് പരിപാടികളിലൊക്കെയായി സഹകരിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ തെരുവിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിൽ ആരംഭിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്കൊരു പ്രചോദനം എനിക്ക് ലഭിച്ചിരുന്നു. ഫെബ്രുവരി 6 ആ ആഴ്ചയിൽ 142 പേരടങ്ങുന്നൊരു വലിയ കൂട്ടായ്മ ഇവിടെ ഇതിൻ്റെ വശത്തൊരു ചെറിയ ഒരു കെട്ടിടം അന്നുണ്ടായിരുന്നു. വിളിച്ചു കൂട്ടുവാനും ഈ 142 പേരിൽ ഏറ്റവും അർഹതയുള്ള പോകുവാൻ ഇടമില്ലാത്ത 42 പേരെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ അസീസി സ്നേഹാശ്രമം എന്ന പേരിൽ അന്ന് ആരംഭിച്ചു. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് 100% ദൈവത്തിൻ്റെ പരിപാലന. ഞങ്ങളുടെ സഭയും അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ജനങ്ങളുടെ സഹകരണത്തിൽ നിലനിർത്തുന്ന ഒരവസ്ഥയിലാണ്. ഈ സ്നേഹാശ്രമത്തിന് ഒരു സ്ഥിരമായ വരുമാനം ഇതിനില്ല. എന്നാൽ എനിക്ക് ഏറ്റവും അധികം ബോധ്യം വന്നൊരു കാര്യമാണ്, ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും എത്രയോ നല്ലവരാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ച അന്നു മുതൽ നീ കാണുന്ന ഈ സൗകര്യങ്ങൾ ഇതെല്ലാം, പിന്നെ ഇവിടെയുള്ള ഓരോ ദിവസത്തെ ഭക്ഷണം, അവിടെ മരുന്ന്, ഇങ്ങനെയുള്ളതെല്ലാം ഈ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ സഹകരണം കൊണ്ട് മാത്രം നിലനിർത്താൻ ഈ ദൈവം ഇടവരുത്തുന്നു. മറുവശത്ത് മനുഷ്യർ സഹകരിക്കുന്നു, അവർ പങ്കുവയ്ക്കുന്നു. ഇത് വലിയ ആവേശമാണ് എനിക്ക് തന്നത്.
ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഓടിട്ട കെട്ടിടം, പക്ഷെ ഇന്ന് ഈ കാണുന്ന സൗകര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം പിറകിൽ ഈ നാട്ടിലുള്ള മനുഷ്യരും അല്ലാത്ത അവരായ അനേക സുഹൃത്തുക്കൾ ഇന്ന് ഈ സ്നേഹാശ്രമത്തിലുണ്ട്. നാൽക്കവലകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് മാലിന്യം ഭക്ഷിച്ച് ഓടയിൽ അന്തിയുറങ്ങി പരിഹാസവും അശ്ലീലവും മാത്രം കേട്ട് ശീലിച്ചവർ സാന്ത്വനത്തിന്റെ തീരത്ത് ഇന്ന് സ്വസ്ഥമായി തല ചായ്ച്ചുറങ്ങുന്നു. അസീസി സ്നേഹാശ്രമം കട്ടപ്പനയുടെ ഒരു ശാഖ ഇവിടെ ആരംഭിക്കാൻ പലരും പ്രേരണ നൽകി അതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2000 മെയ് 28 കുമളി ടൗൺ അടുത്ത ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഇത്. ഏതാണ്ട് 1-2 വർഷക്കാലം ഞങ്ങൾ ആ വാടക കെട്ടിടത്തിൽ തെരുവിലുള്ള അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുഞ്ഞുമക്കളെ ഏതാണ്ട് 10-12 പേരെ അവിടെ ആക്കി അവരെ ശുശ്രൂഷിച്ചും ഈ ചുറ്റുപാടുമുള്ള മനുഷ്യരുമായ നല്ല സമ്പർക്കത്തിലും ബന്ധത്തിലും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കും ഞങ്ങൾ പല സ്ഥലത്തും ഇതിന് സ്ഥിരമായ ഒരു സ്ഥലവും സൗകര്യമൊക്കെ തേടിക്കൊണ്ടുവരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ എന്ന രീതിയിൽ ഒരുപക്ഷേ ഈ നാട്ടിൽ ഒത്തിരി ഒന്നും അറിയപ്പെടാത്ത ഒരു ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു തോമസ് ആശാരപ്പറമ്പിൽ അച്ഛൻ. അച്ഛൻ ഇവിടെ 5.5 ഏക്കർ സ്ഥലമുണ്ട്. അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളെടുത്ത് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സ്ഥാപനം നടത്താൻ സാധിക്കുമോ? ഈ അട്ടപ്പള്ള എന്ന സ്ഥലത്ത് 5.5 ഏക്കർ സ്ഥലം ദൈവം പ്രത്യേകമായി ഈ പ്രസ്ഥാനത്ത് തന്നു. ഇവിടെ തന്നെ ഒരു ചാപ്പൽ ഇവിടെയുള്ള മക്കൾക്ക് വേണ്ടി അതിൻ്റെ ചെലവ് മുടക്കി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഇവിടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ അഴുത ബ്ലോക്ക് ഒരു കെട്ടിടം ഇതിനോട് ചേർന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കി തന്നു. അത് ഞങ്ങൾ ഏൽപ്പിച്ചു. അവിടെ പുരുഷന്മാരും മറ്റ് സ്ഥലത്ത് സ്ത്രീകളും പോലീസുകാർ, മർച്ചൻസ് അസോസിയേഷൻ അവരിലൂടെയൊക്കെ ഇവിടെ ഓരോ വഴികളിൽ നിന്ന് രോഗികളെ കൊണ്ടുവരാറുണ്ട്. നല്ല രീതിയിൽ അസീസി സ്നേഹാശ്രമത്തിൻ്റെ ശാഖയായ ഈ കുമളി എല്ലാ വിധത്തിലും ദൈവം നയിക്കുന്നു. ഇടുക്കി ജില്ലയിലെ നരിയമ്പാറയിൽ സ്ത്രീകൾക്കുള്ള പുനരധിവാസ കേന്ദ്രമായ സ്നേഹാശ്രമം സ്ഥാപിക്കപ്പെട്ടത് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. കടത്തിണ്ണയിൽ ഭീതിയോടെ ചുരുണ്ടുകൂടിയിരുന്ന ഈ സാധു സ്ത്രീകളെ ആക്രമിക്കാനെത്തുന്നവർ ധാരാളം. കഴുകൻ കണ്ണുകളോടെ ഓടിയെത്തുന്ന ഭീകരന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ കഠിന പ്രയത്നം നടത്തിയ രാവുകൾ ഇവരുടെ ഓർമ്മയിലുണ്ട്. എന്നാൽ ഇന്നവർ സുരക്ഷിതരാണ്. ഒരിക്കൽ മനുഷ്യരെയും മൃഗങ്ങളെയും തിരിച്ചറിയാതിരുന്നവർ, ഭക്ഷണവും മാലിന്യവും തമ്മിൽ വേർതിരിക്കാൻ കഴിയാതിരുന്നവർ ഇന്ന് ഇവരെല്ലാം തിരിച്ചറിവിലേക്ക് നടന്നു തുടങ്ങിയിരിക്കുന്നു. അസീസി സ്നേഹാശ്രമം നരിയമ്പാറ ഇതൊരു പുനരധിവാസ ഭവനമായിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കുക. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ എന്ന വണ്ണം എട്ടിയിൽ ത്രേസ്യാമ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഹോദരി ഇവിടെ നമുക്ക് 2 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകുകയുണ്ടായി. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഭവനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് പണി കഴിപ്പിച്ച് തരികയുണ്ടായി. എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ഇവിടെയുള്ള രോഗികളായ എൻ്റെ ഈ സഹോദരികൾക്ക് ആവശ്യമുണ്ട്. കാരണം അവർ മാനസികമായ ആ രോഗത്തിന് മരുന്ന് കഴിക്കുന്നതോടൊപ്പം ശാരീരികമായ എന്തെങ്കിലും അധ്വാനം അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ഒരു ഭവനം എന്ന രീതിയിൽ ഇവിടെ ഇത് ആരംഭിക്കുകയുണ്ടായി. ഇതിൻ്റെ പിറകിൽ ഇതിനോട് സഹകരിച്ച ഒത്തിരി മനുഷ്യർ, അവരെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അസീസി സ്നേഹഭവനം മൂലമറ്റം 1998 മെയ് 31 ഈ ഭവനം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തട്ടാമ്പറമ്പിലെ കുഞ്ഞേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അവരുടെ വസ്തുവിൽ നിന്ന് 70 സെൻറ്റ് സ്ഥലം ഈ കാര്യത്തിനായി നീക്കിവെച്ചു. അന്ന് ആരംഭിച്ച ആ പ്രസ്ഥാനത്തിൽ മുഖ്യമായും സ്ത്രീകളാണ് ആദ്യം മുതൽ അവിടെ ഉണ്ടായിരുന്നത്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മാനസിക രോഗികളായ ആരുമില്ലാത്ത സഹോദരികളെ അവിടെ പാർപ്പിച്ചു വരുന്നു. സാധാരണ ചെറിയ ഒരു സ്ഥലമാണ് എങ്കിലും ആ നാട്ടിലുള്ള മനുഷ്യരുടെ സഹകരണത്താൽ ഇന്ന് അവിടെ അത്യാവശ്യമായ കെട്ടിട സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നെടുങ്കണ്ടം ടൗണിൽ തന്നെ സ്ഥാപിതമായ സ്നേഹാശ്രമം.
അനാഥമാക്കപ്പെട്ട ബാല്യങ്ങൾക്കുള്ള അഭയകേന്ദ്രം. തമിഴ്നാട്ടിലും കേരളത്തിന്റെ അതിർത്തികളിലുമൊക്കെ യാചക പ്രവൃത്തിക്കായി ഉപയോഗിക്കപ്പെട്ട കുരുന്നുകൾ ഇവിടെ രക്ഷ തേടിയിരിക്കുന്നു. അവർക്കിത് ഒരു അഭയകേന്ദ്രം മാത്രമല്ല, ഒരു സ്കൂൾ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസവും പരിഗണനയും സ്നേഹവുമെല്ലാം ആവുന്നത്ര ലഭിക്കാൻ അച്ഛൻ അവസരമൊരുക്കിയിരിക്കുന്നു. സ്നേഹത്തോടെ അച്ഛനെ അവർ പൊതിയുന്നു. തങ്ങളുടെ സ്വന്തം പിതാവിനോടെന്ന പോലെ അവർ അദ്ദേഹത്തോട് ഇടപെടുന്നു. നെടുങ്കണ്ടത്തെ സ്ഥാപനം പിന്നീട് പല വിധത്തിലുള്ള സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് ഇന്ന് ഏതാണ്ട് 3 സെക്ഷൻ, അതായത് അടിയിലത്തെ നിലയിൽ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ത്രീകൾക്കും 1ാം നിലയിൽ പുരുഷന്മാർക്കും മുകളിലത്തെ നിലയിൽ കുട്ടികൾക്കുമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നെടുങ്കണ്ടം ടൗണിൻ്റെ ഏറ്റവും സെൻട്രൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്ഥാപനം അങ്ങേയറ്റം നാട്ടുകാരുടെ സഹകരണത്തിൽ അതിൻ്റെതായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അസീസി സന്തോഷ് ഭവൻ എന്ന പേരിൽ തോപ്രാംകുടിയിൽ അച്ഛൻ ഉയർത്തിയ കൂടാരത്തിൽ നന്മയുടെ പ്രതിഫലനമായി തീർന്നിരിക്കുകയാണ് ഈ കുരുന്നുകൾ. ഈ സ്നേഹാശ്രമങ്ങളിലെ എല്ലാ അന്തേവാസികൾക്കും പ്രതീക്ഷയും ശുശ്രൂഷയും പകർന്നു നൽകാനായി ഒരു സന്യാസിനി സമൂഹത്തിനും അച്ഛൻ രൂപം കൊടുത്തിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ. അലഞ്ഞു തിരിഞ്ഞ് നടന്ന സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഇവർ ഭിക്ഷയാചിച്ച് കിട്ടുന്നത് വെച്ചു കുടിച്ച് തന്നെ കഴിഞ്ഞ ആ അവസ്ഥയിൽ, അതുപോലെ ഇതിൽ നല്ലൊരു ശതമാനം മക്കൾ അവിടെ പ്രത്യേകിച്ച് പിതാക്കന്മാരവരെയും അവരുടെ മാതാവിനെയും ഉപേക്ഷിച്ച അവസ്ഥയിലുള്ളവരുണ്ട്. ഈ കുഞ്ഞുമക്കൾ ഇവർ ആരും ഇന്ന് അനാഥരല്ല. ഈ സന്തോഷ് ഭവനത്തിലെ മക്കൾ ഞങ്ങളുടെ സ്വന്തം മക്കളാണ്. നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുപോലെ അനാഥരും അഗതികളും തെരുവിലും അകപ്പെട്ടവരുമായ മനുഷ്യരുള്ളിടത്തോളം കാലം ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്കായി സംരക്ഷണം കൊടുക്കുക. നന്ദി, നമസ്കാരം.